ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു കോട്ടയത്ത് വെച്ചായിരുന്നു. ഉണ്ണിയുടെ വല്യപ്പ ഉണ്ണിക്ക് ആദ്യം കൈനീട്ടമൊക്കെ കൊടുത്തു. പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഒന്ന് ഉണ്ണിക്കണ്ണനാക്കാമെന്ന് വിചാരിച്ചാൽ ഈ കോച്ചൊട്ട് സമ്മതിക്കുമോ? മാല ഇട്ട് കൊടുത്തപ്പോഴേ അലമ്പാക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഒരു വിധത്തിൽ മുണ്ടുടിപ്പിച്ചു. അത് ദേ ഈ കോലമാക്കി. ഇവൻ ഒരു വിധത്തിൽ കോപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ ഉള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ അങ്ങ് ഫോട്ടോ എടുത്തു. വലുതാകുമ്പോൾ എന്നോടവൻ ചോദിക്കട്ടെ എന്നെ ഉണ്ണിക്കണ്ണനാക്കിയോ ഇല്ലയോ എന്ന്. അവൻ ഉണ്ണിക്കണ്ണനാകാൻ ഒട്ടും സഹകരിച്ചില്ലെന്ന് എനിക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. ഈ വിഷു എൻ്റെ വീട്ടിൽ ആഘോഷിക്കാമെന്ന് വെച്ചിരുന്നതാണ്, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇവിടെ എല്ലാവരും ഞാൻ വരുന്നതിന് മുന്നേ വിഷു ആഘോഷിക്കാൻ പോയിരുന്നത് ഇവരുടെ കൂട്ടുകാരൻ സാനുവിൻ്റെ വീട്ടിലാണ്. ഈ പ്രാവശ്യം ഞങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സാനുവിൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ സാനുവിൻ്റെ അച്ഛന്. ഞങ്ങൾക്ക് സദ്യ തരാനുള്ള ഇലയൊക്കെ അച്ഛൻ ക്ലീനിങ്ങിലാണ്. പിന്നെ ഇത് ടോണിച്ചേട്ടൻ, സോണി, എവിടെ അമ്മ. അങ്ങനെ എല്ലാവരും സദ്യയ്ക്ക് മുന്നേ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാൻ മറന്നുപോയി, സാനു ഇവിടെയില്ല. സാനുവും സാനുവിൻ്റെ വൈഫ് ദൃശ്യയും UK-യിലാണ്. ഇവർ മാത്രമല്ല കേട്ടോ, ഇവരെ കൂടാതെ 3 പേരും കൂടെ ഉണ്ട്. അതിലൊരാൾ ഇവിടെ ഉണ്ട്, ചന്തപ്പൻ. അത് സാനുവിൻ്റെ കസിനാണ്. ചന്തപ്പൻ്റെ ചേച്ചി കുഞ്ഞ് നേഴ്സാണ്. അവൾക്കും വരാൻ പറ്റില്ല, അവൾക്ക് ലീവ് കിട്ടിയില്ല. പിന്നുള്ളത് നമ്മുടെ സാനുവിൻ്റെ ഒരേ ഒരു പെങ്ങൾ മോളും. അവൾ നെതർലാൻഡിലാണ്, അവൾക്കും വരാൻ പറ്റിയില്ല. അത് കാരണം എൻ്റെ വീഡിയോ അയച്ച് അവരെല്ലാം ഞാൻ കൊതിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങൾ ഫോട്ടോ എടുക്കാം. സദ്യയുടെ കെട്ട് വിട്ടപ്പോഴത്തേക്കിന് ഞങ്ങൾ പതിയെ ഇറങ്ങാൻ തീരുമാനിച്ചു. തിരിച്ചു വരുന്ന വഴിക്ക് കടുത്തുരുത്തി ബസ് സ്റ്റോപ്പിൽ ഒരാൾ നിൽപ്പുണ്ട്. വേറെ ആരുമല്ല, അമ്മ വീഡിയോർക്ക് ബസ് നോക്കി നിൽക്കുക, പാവം. വിഷുവിന് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റാത്ത കാരണം അമ്മ എന്നെ ഉണ്ണീനെ കാണാൻ വേണ്ടി വന്നതാണ്. അമ്മ ഒരു 1-2 മണിക്കൂർ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്മയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു.